കടൽ ബോംബ് സ്ഥാപിച്ച് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഹോർമൂസ് കടലിലാണ് ഈ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവം ഇറാൻ ആരംഭിച്ചിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ കടൽ തീരത്തിലൂടെ ഏതെങ്കിലും ഒരു കപ്പൽ തങ്ങളുടെ അനുവാദമില്ലാതെ നീങ്ങുകയാണെങ്കിൽ തങ്ങൾ അതിനെ കത്തിക്കും എന്നുള്ളതാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേഖലയിലൂടെ ഹോർമൂസ് കടലിലൂടെ തങ്ങൾ മറ്റ് കപ്പലുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും എന്ന് ഇറാനും അമേരിക്കയും. അഥവാ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അമേരിക്ക പറയുന്നത്, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ പറയുന്നത്. ഒരു കടലിൽ ഈ ഹോർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു കപ്പൽ ഇതിലൂടെ പാസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ കപ്പൽ പിന്നീട് ഒരിക്കലും ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുകയില്ല എന്ന് തുറന്നു പറഞ്ഞു. അതിനിപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് കപ്പലിനെ വെല്ലുവിളിക്കുകയാണ്. കടലിൽ ഉടനീളം ഇപ്പോൾ മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ കപ്പൽ ഈ മേഖലയിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ കപ്പൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള അതിശക്തമായിരിക്കുന്ന ഈ ബോംബർ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത്. മൈനുകൾ അതികഠിനമാണ്. ശ്രീലങ്കൻ്റെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ കപ്പലുകൾ അമേരിക്ക തകർത്തതും ഇതേ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ മുൻപ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കൃത്യതയോടുകൂടി ഈ മൈനുകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നു. ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏറെക്കുറെ കൃത്യമാവുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നില്ല എന്നല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു ആധിപത്യം ഉണ്ടാക്കാനോ മുന്നേറ്റം ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ അനുഭവിക്കുകയാണ്. അപ്പോൾ മൈനുകൾ സ്ഥാപിച്ചു എന്ന് പറയുന്നതോടുകൂടി തന്നെ ഈ മേഖലയിലൂടെ കപ്പലുകളൊന്നും പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഭയപ്പാടിലൂടെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ പെട്രോളിയത്തിൻ്റെ വിലകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും. അതിനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യം സംശയമില്ല. ഏകദേശം 20% പെട്രോളിയം കപ്പൽ സഞ്ചരിക്കുന്ന പാതയാണ് ഹോർമൂസ് കടൽ എന്ന് പറയുന്നത്. അതിനാണ് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലേക്ക് ഇറാൻ വരുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇറാൻ പറയുകയും ചെയ്തു, ഈ കാര്യം ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്, തങ്ങളുടെ നിയന്ത്രണം ഭേദിച്ചുകൊണ്ട് ഏതൊരു കപ്പൽ ഇതിലൂടെ പ്രവേശിച്ചാലും അവർ ചാരമാകും എന്ന തരത്തിലാണ്. അമേരിക്ക ഇതിന് മറുപടിയായിട്ട് പറയുന്നത് അമേരിക്ക സംരക്ഷണം നൽകുന്നതാണ്. അമേരിക്ക സംരക്ഷണം നൽകുമെന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് യൂറോപ്യൻ കപ്പലിനും ഏഷ്യൻ വൻകരയിലേക്ക് പോകുന്ന കപ്പലിലൊക്കെ സംരക്ഷണം നൽകാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കാം. പക്ഷേ നിങ്ങളുടെ കപ്പലിന് ആര് സംരക്ഷണം നൽകും എന്നും കൂടി വ്യക്തമാക്കണമെന്നുള്ളത്. തങ്ങൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലിനെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. നിങ്ങളുടെ കപ്പലിന് ആര് സംരക്ഷണം നൽകും എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് ഒരു കപ്പൽ സഞ്ചാരം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. 200-ലധികം കപ്പലുകൾ ഈ മേഖലയുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഈ സീപോർട്ടുകളിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു, അല്ലെ കാത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പല രാജ്യങ്ങളിലേക്കുമുള്ള കപ്പലുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതിന് ഇറാൻ്റെ അനുവാദം കിട്ടണം. ഇറാൻ്റെ അനുവാദം കിട്ടണമെങ്കിൽ യുദ്ധം അവസാനിക്കണം. യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇറാൻ പിടിച്ചിരിക്കുന്നത് ഈ പറയപ്പെട്ട ഹോർമൂസ് കടലിലാണ്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ഹോർമൂസ് കടൽ തങ്ങൾ അടക്കും. പിന്നീട് ഒരു കപ്പലിന് പോലും അതിലൂടെ വരാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെ ശിക്ഷ അമേരിക്ക മാത്രമല്ല മറ്റുള്ളവരും അനുഭവിക്കും. ഇപ്പോഴും അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന ആക്രമണം അമേരിക്ക ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ട വിധത്തിൽ യഥാർത്ഥത്തിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ആകെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ്. ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു വിവരം എന്ന് പറഞ്ഞാൽ
വെള്ള ടാങ്കിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് ആകെ തകർന്നുപോയി. 10,000-15,000-ലധികം ആളുകൾ വെള്ളം കുടിക്കുന്ന ഒരു ടാങ്കാണ് ഇറാൻ തകർത്തത് എന്നുള്ള പരാതി UN സഭയിൽ ബഹ്റൈൻ പറയുകയും ചെയ്തു. അതിന് ഇറാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ വെള്ള ടാങ്കിന് നേരെ അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കുടിക്കുന്ന ആ കുടിവെള്ളത്തിൻ്റെ പദ്ധതി സംവിധാനങ്ങൾ അമേരിക്ക തകർത്തിട്ടുണ്ട്. ഈ തകർത്തത് ബഹ്റൈനിൽ നിന്നാണ് അവർ ആക്രമണം തങ്ങൾക്ക് നേരെ നടത്തിയത്. അപ്പോൾ ബഹ്റൈനിൽ നിന്ന് ആക്രമണം നടത്താമെങ്കിൽ ബഹ്റൈൻ ഞങ്ങൾ തിരിച്ചടിക്കും, അത് മുൻപേ പറഞ്ഞു വെച്ചതാണ്. ഏത് രാജ്യത്തിൽ നിന്നാണോ തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നത് ആ രാജ്യം തങ്ങളുടെ ശത്രുവായിട്ട് കണ്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് മുൻപേ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ ഭാഗം അവർ കൃത്യമായ രീതിയിൽ അത് പറയുന്നുണ്ട് എന്ന് ചുരുക്കം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഓരോരോ ദിവസവും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം അമേരിക്കക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ പറഞ്ഞ ഒരു മണ്ടത്തരം അമേരിക്ക സ്വീകരിച്ചു പോയി എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സിന് പോലും ഉണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്കയും പരാജയപ്പെട്ടോ എന്നുള്ളതാണ്. കുരുട്ടായ രീതിയിൽ മറ്റുള്ളവരുടെ നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അവരവരുടെ രാജ്യത്തിന് മാത്രം മേൽക്കോയ്മയും സർവാധിപത്യവും ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവണമെന്ന് കരുതുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ ഭീകര രാജ്യമാണെന്നും നെതന്യാഹു ഭീകരവാദിയുടെ പ്രധാനമന്ത്രിയാണ് എന്നും തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഇതേ UN സഭയിൽ വെച്ച് പറഞ്ഞു. അത് വലിയ വിവാദമായതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് തങ്ങൾ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഇറാൻ പറയുന്നതിന് മറുപടി പറയാൻ വേണ്ടി അമേരിക്കയ്ക്കും ഇസ്രായേലും സാധിക്കാത്തത്. ഇറാൻ്റെ നേതാക്കൾ വളരെ കൃത്യതയോടുകൂടി പുറത്തിറങ്ങിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെയും സൈനികർക്കിടയിലെയും വളരെ കൃത്യതയോടുകൂടി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ടവരോ ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് തന്നെ ഒരു ഭീരുക്കളുടെ ലക്ഷണമാണ് എന്ന് ഇറാൻ ഇതിനെ പരിഹസിച്ച ഒരു വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിവരം ഇതങ്ങനെ വളരെ പെട്ടെന്നൊന്നും അവസാനിക്കും എന്ന് കരുതാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം അമേരിക്കയ്ക്ക് യുദ്ധം നിർത്താൻ താല്പര്യമുണ്ട്, ഇസ്രായേലിനുമുണ്ട്. പക്ഷേ ഇറാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ മധ്യസ്ഥർ പോലും വലിയ രീതിയിലുള്ള കൺഫ്യൂഷനാണ്. ചൈനയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് റഷ്യയും പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതും യുദ്ധം നീട്ടിക്കൊണ്ടുപോകരുത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ കാര്യത്തിൽ നിന്ന് വല്ലാത്ത രീതിയിൽ മാറി നിൽക്കുന്നു. യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല. തങ്ങൾക്ക് യുദ്ധമാണ് ആവശ്യമെന്ന് പറയുന്നു. തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.